ഇതാണ് കോളേജിൻ്റെ മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസ് കയറിക്കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ നേരെ നടന്നാൽ നമുക്ക് കോളേജിൻ്റെ അകത്തോട്ടുള്ള എൻട്രൻസിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അത്യാവശ്യം പച്ചപ്പൊക്കെയുള്ള വഴിയാണ്. ഇതാണ് കോളേജിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ. ഇവിടെ കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്കൊരു ഷട്ടിൽ കോർട്ട് കാണാൻ പറ്റും. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ വാഷിംഗ് ഏരിയയാണ്. ഇത് ലേഡീസ് റൂമാണ്. ഗേൾസിന് ഇൻ കേസ് ഇനി എമർജൻസി ഒരു റെസ്റ്റ് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൈവറ്റ് റൂമാണ്. ഞാൻ അധികം റൂം കാണിക്കുന്നില്ല, കാരണം അവിടെ കുറച്ച് പേര് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ മേജർ പാർട്ട് ഓഫ് GLCK കാലിക്കറ്റ് ലൈബ്രറി ആൻഡ് റെഫറൻസ് സെൻറ്റർ. ആൻഡ് ലൈബ്രറിയോട് ചേർന്ന് തന്നെ ഒരു റീഡിംഗ് റൂം കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസും വരുന്നത്. And this is auditorium, and unfortunately it's closed. This is my classroom, and see guys how it looks like. ഇനി നമ്മൾ വേറൊരു ബ്ലോക്കിലേക്കാണ് പോകാൻ പോകുന്നത്. ആ ഒരു ബ്ലോക്കിലേക്ക് ഉള്ളൊരു പാസേജാണിത്. ഇത് നമ്മുടെ കോളേജിലെ വെൻഡിങ് മെഷീനാണ്. വെൻഡിങ് മെഷീന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒരു പാർട്ടുണ്ട് കോളേജിൽ. നല്ലൊരു പീസ്ഫുൾ പ്ലേസ് എന്ന് പറയാം. 2 ചെയറൊക്കെ വെച്ച് ആ മരത്തിൻ്റെ അതൊക്കെ അങ്ങനെ പോകുന്ന കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ കോളേജിലെ ഫസ്റ്റ് ഓണം സെലിബ്രേഷന് ഈ ഒരു ഭാഗത്തു നിന്ന് എടുത്തൊരു ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു 3rd ഫ്ലോർ വരെയുള്ള ഒരു ബിൽഡിംഗ് ആണ്. സോ നമുക്ക് ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2nd ഫ്ലോറിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ്. ഈ ഒരു ബിൽഡിംഗ് ലൈബ്രറി എക്സ്റ്റൻഷൻ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ക്യാൻറ്റീനിലേക്കാണ്. ക്യാൻറ്റീനിൽ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോളേജിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. ക്യാൻറ്റീൻ, അതേപോലെ ലൈബ്രറി ഒക്കെ ഞാൻ വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്.